അണയാൻ പോകുന്ന സതീശൻ ആളിക്കത്തുന്നു. മെയ് 4-ാം തീയതിയാണ് കേരളത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായത്. ഇന്ന് മെയ് 13 ഇത്രയും ദിവസമായിട്ടും ഹൈക്കമാൻഡിന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം രാഹുൽ ഗാന്ധിയും ഖാർഗെയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പടർന്നതും. എന്നാൽ ഇതുവരെ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് വി.ഡി. സതീശൻ ഇറങ്ങിക്കളിക്കുന്നത്. അവസാന ലാപ്പിലേക്ക് എത്തുന്ന ഈ ഘട്ടത്തിൽ വി.ഡി. സതീശൻ തന്നാൽ കഴിയുന്ന എല്ലാ അടവുകളും പുറത്തെടുത്തിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയ തോതിൽ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്താനായി ജനങ്ങളെ തെരുവിലിറക്കുക എന്നുള്ളതാണ്. ജിഹാദികളുടെ നേതൃത്വത്തിലുള്ള ആൾക്കൂട്ടത്തെ തെരുവിലിറക്കിക്കൊണ്ട് കലാപത്തിന് ആഹ്വാനം നടത്തുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും അതേപോലെ തന്നെ ആത്മഹത്യാ ഭീഷണികളും ഒക്കെ മുഴക്കിക്കൊണ്ട് വി.ഡി. സതീശൻ തനിക്ക് വേണ്ടി ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് രാജ്ഭവനിലാണ്. രാജ്ഭവനിലായിരിക്കും പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തുന്നത്. കെ.സി. വേണുഗോപാലിന് അനുകൂലമായി പന്തൽ ഉയരുമ്പോൾ വി.ഡി. സതീശൻ വിഭാഗം വന്ന് ആ പന്തൽ പണി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ആ പന്തൽ പണി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഹൈക്കമാൻഡിനെ വരച്ച വരയിൽ നിർത്താനായി സതീശൻ നടത്തുന്ന ഏറ്റവും വൃത്തികെട്ട അടവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പന്തൽ പണിയിൽ പോലും വി.ഡി. സതീശൻ ഇടപെടുന്നത്. എന്ത് ലജ്ജാകരമാണെന്ന് ആലോചിച്ച് നോക്കുക. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇടുന്ന പന്തലിൽ പോലും വി.ഡി. സതീശൻ ഇടപെടുന്നു. അത്തരത്തിൽ ഹൈക്കമാൻഡിനെ വരച്ച വരയിൽ നിർത്താനുള്ള സതീശൻ്റെ തീരുമാനങ്ങളെല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരമൊരു വിവരം പുറത്തു വരുമ്പോൾ സതീശൻ ചെയ്യുന്ന മറ്റൊരു ഭീഷണിയാണ് കൂട്ടരാജി. അതായത് വിവിധ സ്ഥലങ്ങളിലെ സതീശനെ അനുകൂലിക്കുന്ന മണ്ഡലം കമ്മിറ്റികളിൽ പെട്ടവരെ രാജിക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അണികളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കൂട്ടരാജി പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ വരുതിയിൽ നിർത്താനുള്ള ശ്രമം. അങ്ങനെ തന്നാൽ ആവുന്ന തരത്തിൽ വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ഈ അവസാന മുഹൂർത്തത്തിൽ ഇന്നാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സൂചന കിട്ടിക്കൊണ്ട് വി.ഡി. സതീശൻ തൻ്റെ അവസാനത്തെ അടവുകൾ ഓരോന്നോരോന്നായി മണിക്കൂറുകൾ തോറും പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പന്തലിലെ ഇടപെടൽ, മത തീവ്രവാദികളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ, തന്നെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ രാജിവെപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങൾ, അവരെ കൊണ്ട് പരസ്യ പ്രസ്താവന നടത്താനുള്ള ഇടപെടലുകൾ, ഇങ്ങനെ സതീശന്റെ ഭാഗത്ത് നിന്ന് ഹൈക്കമാൻഡിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള പല പരിപാടികൾ കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.